തുടർ രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ വിശദ പരിശോധന നടത്തി. മുണ്ടക്കൈ ടൗണിൽ നിന്നും കല്ലും മണ്ണും ഒഴുകിയ ഭാഗങ്ങളിലൂടെ പുഞ്ചിരിമട്ടം വരെയാണ് പരിശോധന നടത്തിയത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സംഘവും ഒപ്പമുണ്ടായിരുന്നു. പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ADGP സർക്കാരിന് കൈമാറും. മുണ്ടക്കൈയിൽ ദുരന്തമുണ്ടായ സ്ഥലത്തിനടുത്താണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം റൗണ്ട് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ മേഖലയാകെ പരിശോധിക്കുകയാണ്. മാവോയിസ്റ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ SP തബോഷ് ബസുമതരിക്കൊപ്പം രാവിലെ 8:30 ചൂരൽമലയിൽ നിന്ന് തുടങ്ങിയതാണ് ADGP MR അജിത് കുമാറിന്റെ യാത്ര. മുണ്ടകൈ ടൗണിൽ നിന്നും ചെളിയും കൂറ്റൻ പാറക്കല്ലുകളും നിറഞ്ഞ വഴിയിലൂടെ പുഞ്ചിരിമറ്റം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പ്രദേശവാസി അലവിയാണ് ADGP MR അജിത് കുമാറിന് ഉരുൾപൊട്ടലിന്റെ വിവരങ്ങൾ ധരിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ എല്ലാ ഏരിയയിലും ആൾക്കാരുണ്ട്. നമ്മുടെ പേര് പുഞ്ചിരിമട്ടമാണ്. പുഞ്ചിരിമട്ടത്തും വോളണ്ടിയേഴ്സും ആൾക്കാരും സെർച്ച് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാരുടെ സ്ഥലം പുഞ്ചിരിമട്ടമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കൂടുതൽ. തീർത്തും ദുർഘടമായ പാത, ഏത് സമയവും താഴേക്ക് പതിക്കുന്ന കൂറ്റൻ പാറക്കല്ലുകൾ, ഉരുൾപൊട്ടൽ തീർത്ത ചെറുനീർച്ചാലുകൾ, ചതുപ്പ് നിലങ്ങളും താണ്ടിയാണ് കുന്നിന്റെ മുകളിലേക്ക് എത്തിയത്. പുഞ്ചിരിമറ്റത്ത് പ്രഭവ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് വരെ പരിശോധന നീണ്ടു. അതിനുശേഷമാണ് ADGP MR അജിത് കുമാറും സംഘവും കുന്നിറങ്ങിയത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തിന്റെ ലാസ്റ്റ് വീട്ടിലാണ്. ഇതിനപ്പുറത്ത് കോളനിയുടെ ലാസ്റ്റ് വീടാണ്. ഇതിനപ്പുറത്ത് വേറെ വീടോ ഇൻഹാബിറ്റേഷൻസ് ഒന്നുമില്ല. ഇതുവരെ നമ്മൾ വന്ന് എല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഒഴിഞ്ഞ് മാറി ഇവിടെ വന്നിരുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. പിന്നെ ബാക്കി ഉള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് മാറി താഴെ പോയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താഴെ പോയ ആൾക്കാർ അതിൻ്റെ കൂടെ അങ്ങ് പോയി. പുഞ്ചിരിമറ്റത്ത് ഇനി രക്ഷാപ്രവർത്തനത്തിന് സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. മുണ്ടകൈ മുതൽ താഴോട്ടേക്ക് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ നിർദ്ദേശിച്ചാണ് ADGP മടങ്ങിയത്. ഫാൻ സ്വീപ്പിംഗ് നടത്തി. ഫാൻ സ്വീപ്പിംഗിൽ എൻറ്റയർ ഏരിയ സ്വീപ്പ് ചെയ്യാണ്. അവർ ഓരോ വീട്ടിലെയും ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുത്ത് അഡ്രസ്സ് എടുത്തിട്ട് ആ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അപ്പം മിക്കവാറും നമുക്ക് ഇന്നുകൊണ്ട് തന്നെ ഈ ഏരിയ മൊത്തം നമ്മുടെ സെർച്ച് ഓപ്പറേഷൻസ് ഈ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ മുണ്ടക്കൈയും ആ സൈഡ് ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വീടുണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. അത് അടിയിലുണ്ടോ നോക്കേണ്ട ആവശ്യമുണ്ട്. സന്ദർശനത്തിൽ ലഭിച്ച വിവരങ്ങൾ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി തുടർ രക്ഷാപ്രവർത്തനം നടക്കുക. നമ്മൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്നും മുകളിലോട്ട് ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറിനൊപ്പം ഈ പ്രദേശവാസി കൂടിയായ അലവിക്കുട്ടിക്കയും ഒരുമിച്ചാണ് ഈ യാത്ര തുടങ്ങിയത്. ദുർഘടമായ പാത, അതിനപ്പുറത്തേക്ക് ഏറ്റവും അപകടാവസ്ഥയിലൂടെയുള്ള വഴിയിലൂടെ കടന്നു വന്ന ആദ്യത്തെ ദൃശ്യമാധ്യമം ആണ്. ഇതിൽ നമ്മൾ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി ആ ദൃശ്യങ്ങളിൽ നമുക്ക് നിഴലിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ പുഞ്ചിരിമറ്റം എത്തിക്കഴിഞ്ഞു. നമ്മൾ ഏതാണ്ട് ഈ മേഖലയിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും തീവ്രതയേറിയ ആ ദൃശ്യങ്ങളാണ്. വലിയ പാറക്കെട്ടുകൾ, വലിയ ഗർത്തങ്ങളൊക്കെ ഈ വഴിയിലുണ്ടായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, വയനാട്.